ഡിജോ ജോസഫ് ആന്റണി സംവിധാനം ചെയ്ത് 2022 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ജനഗണമന. ലീഗൽ ത്രില്ലർ യോണറിൽ എത്തിയ ഈ സിനിമയിൽ പൃഥ്വിരാജ് സുകുമാരൻ, സുരാജ് വെഞ്ഞാറമൂട്, മമത മോഹൻദാസ്, പശുപതി തുടങ്ങിയ മികച്ച താരനിരയായിരുന്നു അഭിനയിച്ചത്. ഒപ്പം നടി വിൻസി അലോഷ്യസും ഒരു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. ജനഗണമനയിലെ വേഷം തനിക്ക് നഷ്ടമാകേണ്ടതായിരുന്നുവെന്നും സുപ്രിയ മേനോൻ കാരണമാണ് ആ വേഷം തനിക്ക് ലഭിച്ചതെന്നും പറയുകയാണ് വിൻസി. തടി കാരണം പുതിയ കാലത്തിന് യോജിച്ച ആളല്ലെന്നുള്ള വിമർശനങ്ങൾ നിരന്തരമായി താൻ കേട്ടിരുന്നുവെന്നും ആ പതിവ് മാറ്റിയെടുക്കണമെന്ന് താൻ ആലോചിച്ചിരുന്നുവെന്നും നടി പറയുന്നു. അതിന്റെ ഇടയിലാണ് ജനഗണമനയിലേക്ക് തന്നെ വിളിച്ചതെന്നും വിൻസി കൂട്ടിച്ചേർത്തു. എന്റെ തടി കാരണം പുതിയ കാലത്തിന് യോജിച്ച ആളല്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ നിരന്തരമായി ഞാൻ കേട്ടിരുന്നു. എന്തുകൊണ്ടാകും അതന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചിരുന്നു. അങ്ങനെ ആ പതിവ് മാറ്റിയെടുക്കണമെന്ന് ഞാൻ ആലോചിച്ചു. അതിന്റെ ഇടയിലാണ് ജനഗണമനയിലേക്ക് എന്നെ വിളിക്കുന്നത്. തടി നോക്കണമെന്നും ഫോട്ടോ അയക്കണമെന്നും അവർ പറഞ്ഞു. പക്ഷെ കൃത്യം അപ്പോഴാണ് സുപ്രിയ ചേച്ചി എന്റെ മാലാഖയെ പോലെ വരുന്നത്. തടിയൊക്കെ ഉണ്ട്, അതിനെന്താ, ഈ കുട്ടി നന്നായി അഭിനയിക്കും എന്നായിരുന്നു ചേച്ചി പറഞ്ഞത്. അതോടെ ആ സിനിമയിലെ റോൾ എനിക്ക് കിട്ടുകയായിരുന്നു. വിൻസി പറയുന്നു. കനകം കാമിനി കലഹതയിലൂടെയാണ് തന്റെ ക്യാമറയ്ക്കുള്ള പേടിയൊക്കെ മാറിയെന്നും ഭീമന്റെ വഴി എന്ന സിനിമയിൽ തനിക്ക് കുഞ്ചാക്കോ ബോബനൊപ്പം ഇന്റിമേറ്റ് സീൻ ഉണ്ടായിരുന്നുവെന്നും നടി പറഞ്ഞു. അദ്ദേഹം തന്റെ മെന്ററായിരുന്നുവെന്നും ആ സീനുകൾ കൂളായി തന്നെ ഷൂട്ട് ചെയ്യാൻ സാധിച്ചുവെന്നും വിൻസി കൂട്ടിച്ചേർത്തു. ഭീമന്റെ വഴി, കനകം കാമിനി കലഹം, കരിക്കിന്റെ വെബ് സീരീസ് തുടങ്ങിയ പ്രൊജക്ടുകളുടെ ഭാഗമാകാൻ സാധിച്ചിരുന്നു. എന്നാൽ കനകം കാമിനി കലഹത്തിലൂടെയാണ് തന്റെ ക്യാമറയിലുള്ള പേടിയൊക്കെ മാറുന്നത്.